ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പതിവ് പോലെ എല്ലാ നോമ്പ് കാലയളവിലും നാം കേൾക്കുന്നൊരു പ്രയോഗമാണ് നോമ്പെന്ന യാത്ര. ഉപയോഗിച്ച് മാഞ്ഞു പോകത്തക്ക വിധം തേഞ്ഞുപോയ ഒരു പ്രയോഗമായി തീർന്നില്ലേ എന്നൊരു സംശയം. ഈ നോമ്പിൽ നാം നല്ലൊരു യാത്രക്കാരനായിരുന്നു. പിന്നിട്ട വഴികളിൽ നാം എന്തൊക്കെയാണ് ഉപേക്ഷിച്ചത്? എന്തൊക്കെയാണ് നാം നേടിയത്? പിന്നിട്ട വഴികളിൽ ഉപേക്ഷിച്ചവയൊക്കെയും വീണ്ടും എടുത്തണിയുവാനുള്ള കാത്തിരിപ്പിൻ്റെ കാലയളവാണോ ഇവ? ആ ആർജിച്ച നന്മകൾ നമ്മുടെ ഹൃദയത്തിനോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയാണ്. മലിനതയിൽ നിന്നും നിർമ്മലതയിലേക്കുള്ള ഉരിയപ്പെടലിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ പാപങ്ങൾ അവ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന ദൈവ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കേവർക്കും ഉണ്ടാകട്ടെ. പരിശുദ്ധമായ വലിയ നോമ്പിലെ വെള്ളിയാഴ്ച സന്ധ്യയുടെ ഒന്നാമത്തെ കോലോടെ ആദ്യത്തെ ഇരടികൾ ഇപ്രകാരമാണ്: വഞ്ചനയേറ്റൊരു ഹൃദയത്തിൽ ദൈവം വാഴുന്നു, പാവനറൂഹ പാവനമാ മനമതിൽ വാഴുന്നു, നോമ്പുത്തമമ്മ പ്രാർത്ഥന ഉത്കൃഷ്ടം, നിർമ്മല ഹൃദയം രണ്ടിനെയും വെല്ലും, നീതിപരന്മാർ നിർമ്മലരായി വയലിൽ പണി ചെയ്തു, ദുഷ്ടനെ ദൂരെ പായിക്കാൻ നമ്മൾക്കെപ്പോഴും തൽപ്രാർത്ഥന കോട്ട. വിശുദ്ധിയുടെ പടവുകളിലേക്ക് കയറുവാൻ തക്കവണ്ണമുള്ള ക്ഷണമാണ് ഈ നോമ്പുകായി. ഷീമാ നമസ്കാരത്തിലെ വ്യാഴാഴ്ച സന്ധ്യയുടെ രണ്ടാമത്തെ കോലോയിൽ അനുതാപത്തിൻ്റെ ഈരടികൾ ഇപ്രകാരമാണ്: നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം, നിൻ പ്രീതിക്കെതിരാ പാഴാം ചിന്തകളും ദുഷ്ടവികാരവും ഞങ്ങളിൽ നിന്നൊഴിവാക്കണമേ. നോമ്പിൽ ഉടനീളവും സാധാരണ നമസ്കാരത്തിലും ആവർത്തിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് പാടി ഉറപ്പിക്കുകയാണ് പരിശുദ്ധ പിതാക്കന്മാർ, ആ നിർമ്മലത നാം സ്വീകരിക്കുന്നതിന് വേണ്ടി. മലയാളത്തിൻ്റെ പ്രിയ കവിയായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇപ്രകാരം എഴുതി: കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയം. തൻ്റെ കാലഘട്ടത്തിനോടുള്ള ഒരു പ്രതികരണമായിരുന്നു അത്. പക്ഷേ കുഞ്ഞുണ്ണിമാഷ് മറ്റൊരു രീതിയിലാണ് എഴുതിയത്: കപട ലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ് എൻ പരാജയം. നമ്മുടെ അതിജീവനത്തിൽ പലപ്പോഴും നാം ആദ്യം പണയം വെക്കുന്നത് നമ്മുടെ നിർമ്മല ഹൃദയത്തെയാണ്. മനസ്സാക്ഷി നഷ്ടപ്പെടുത്തി ജീവനത്തിൻ്റെ ഓട്ടപ്പാച്ചിലിൽ നിർമ്മലമായ ഹൃദയത്തിനെ പൂർണ്ണമായും വീണ്ടെടുക്കുവാൻ കഴിയാത്തവണ്ണം മുമ്പോട്ട് പോകുമ്പോൾ ഒന്നും പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടില്ല. വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നിർമ്മല ഹൃദയം അവിടെ തന്നെയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ആ നിർമ്മല ഹൃദയത്തിന് കാവലായി ഉപാധികളില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ട്. ഈ നോമ്പ് കാലയളവ് നിർമ്മലതയിലേക്ക് നമ്മെ നയിക്കട്ടെ. Dearly beloved in Christ, often we treat the Lenten season as a temporary pause, a ritualistic journey where we briefly hit the reset button on our habits, only to pick them back up the moment the season ends. But the true essence of Lent isn't about ticking off a religious checklist of fasting and repetitive prayers. It's about reclaiming an authentic, pure heart in a world that constantly rewards filters, pretense, and superficiality. We live in an era where we are trained to perform for others. Yet this season reminds us that our original, unchanged self is never truly lost. It is a quiet invitation to stop performing spirituality and instead surrender to a love that strips away our mask, transforming our internal clutter into a clarity that reflects the divine. May God bless us all.